നമസ്കാരം. ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവാൻ റഷ്യയിൽ നിന്നും ഇഗ്ലായസ് എത്തുന്നു. ഇന്ത്യ 2023 റഷ്യയിൽ നിന്നും ഈ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം ഓർഡർ ചെയ്തിരുന്നത്. മെയ് മാസം അവസാനത്തോടെ അവ ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 260 കോടിയുടെ കരാർ വഴി 48 ഇഗ്ലായസ് ലോഞ്ചറുകൾ, 100 മിസൈലുകൾ, 48 നൈറ്റ് വ്യൂ സിസ്റ്റങ്ങൾ, ഒരു മിസൈൽ പരീക്ഷണ കേന്ദ്രം എന്നിവ അടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൂടാതെ റഷ്യൻ കമ്പനിയായ റോസോബൊറോനെക്സ്പോർട്ട് ഈ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറുന്നതായിരിക്കും. തുടർന്ന് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ലിമിറ്റഡ് വഴിയായിരിക്കും ഇഗ്ലായസ് അസംബ്ലിംഗ് നടക്കുന്നത്. മിസൈലിനാവശ്യമായ ലോഞ്ചർ, ബാറ്ററി തുടങ്ങിയ ചില ഭാഗങ്ങൾ അദാനി ഡിഫൻസ് കമ്പനി ഇന്ത്യയിൽ തന്നെ നേരിട്ട് നിർമ്മിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതാണ്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇഗ്ലായസ്. സാധാരണഗതിയിൽ തോളിൽ വെച്ച് കൈകൾ കൊണ്ടാണ് ഇവ പ്രവർത്തിപ്പിക്കുക. ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ഇവ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, UAV-കൾ എന്നിവ ആക്രമിച്ചു വീഴ്ത്തുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ക്രൂയിസ് മിസൈലുകൾ പോലുള്ളവ കണ്ടെത്താനും ഇവയ്ക്ക് കഴിയും. കൈകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് 500 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് തൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇഗ്ലായസിന്റെ മറ്റൊരു പ്രത്യേകത. 5 സെക്കൻഡിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുന്ന ഇഗ്ലായസ് 10 മുതൽ 3500 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതേസമയം ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തുകൂട്ടാൻ തേജസ് MK-1A യുദ്ധവിമാനവും ജൂലൈയിൽ ലഭിക്കുമെന്നാണ് കിട്ടുന്ന മറ്റൊരു വിവരം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് ആദ്യത്തെ തേജസ് യുദ്ധവിമാനം ഭാരതം വാങ്ങുന്നത്. യുദ്ധവിമാനത്തിന്റെ ഇന്റഗ്രേഷൻ ട്രയൽ നടന്നു വരികയാണ്. അടുത്ത മാസത്തോടെ മുഴുവൻ നടപടികളും പൂർത്തിയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 48,000 കോടി രൂപയുടെ കരാർ പ്രകാരം ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്ത 83 വിമാനങ്ങളുടെ ഭാഗമായാണ് തേജസ് MK-1A യുദ്ധവിമാനം വാങ്ങുന്നത്. ഇത്തരത്തിൽ 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. യുദ്ധവിമാനങ്ങളുടെ കുറവ് നികത്തി പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 97 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനമായത്. ആത്മനിർഭർ ഭാരതത്തിന്റെ കീഴിലാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 4ാം തലമുറ യുദ്ധവിമാനമായ തേജസിൽ 68% ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ടാണ്. സജീവമായ ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാർ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ എന്നീ കഴിവുകൾ ഉപയോഗിച്ച് തേജസ് MK-1A പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇനി ഭാരതത്തിനെതിരെ നീക്കം നടത്തുന്നവർ ഒന്നുകൂടി ആലോചിക്കുമെന്ന് തീർച്ച. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.